ഹലോ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പാലക്കാട് ഒന്ന് കണ്ടാലോ. പാലക്കാട് പോകുമ്പോൾ കണ്ടിരിക്കേണ്ട മനോഹരമായ 5 സ്ഥലങ്ങൾ. ഇതാണ് ഇന്നത്തെ വീഡിയോ. നമ്മൾ വെക്കേഷൻ സമയത്താണ് പാലക്കാട് പോയത്. അപ്പോൾ വേനലിലെ പാലക്കാട് കണ്ടാലോ. പോകാം നമുക്ക് വീഡിയോയിലേക്ക്. ആദ്യം നമ്മൾ പോയത് വരിക്കാശ്ശേരി മനയിലേക്കാണ്. മലയാളികളുടെ സ്വന്തം വരിക്കാശ്ശേരി മന. ഇതാണ് വരിക്കാശ്ശേരി മനയുടെ എൻട്രൻസ്. ദേവാസുരവും ആറാം തമ്പുരാനും ഒക്കെ ഷൂട്ട് ചെയ്ത വരിക്കാശ്ശേരി മന. ഇവിടെ നിന്നാണ് നമ്മൾ മനയിലേക്ക് കയറേണ്ട ടിക്കറ്റ് എടുക്കേണ്ടത്. ടിക്കറ്റ് എടുത്തു കഴിഞ്ഞ് നമുക്ക് വണ്ടി മനയുടെ മുന്നിൽ തന്നെ പാർക്ക് ചെയ്യാവുന്നതാണ്. ഇതാണ് മലയാളികളുടെ സ്വന്തം വരിക്കാശ്ശേരി മന. ഇത് മനയിലെ അമ്പലമാണ്. ഇതാണ് ആറാം തമ്പുരാനിൽ മഞ്ജു വാര്യർ കുളിക്കുന്ന കുളം. ഇതാണ് വരിക്കാശ്ശേരി മനയിലെ ആ കസേര. ഇനി നമുക്ക് മനയുടെ കുറച്ച് കാഴ്ചകൾ കാണാം. പിന്നെ നമ്മൾ പോയതാണ് മലമ്പുഴ ഡാം. മലകളുടെ താഴ്വരയായി സ്ഥിതി ചെയ്യുന്ന ഡാം. ഇത് മലമ്പുഴ ഡാമിൻ്റെ പാർക്കാണ്. പക്ഷേ നമ്മൾ പോയ സമയത്ത് ഇതിലേക്ക് എൻട്രി ഇല്ലായിരുന്നു. അത് മെയിൻ്റനൻസ് എങ്ങാനുമാണ്. നമ്മൾ ഉച്ചയ്ക്കാണ് പോയത്, നല്ല വെയിലത്ത്. പക്ഷേ എന്നാലും ആ ഡാം കാണാൻ എന്തൊരു ഭംഗിയായിരുന്നു എന്നറിയാം. ഇത് ഡാമിലേക്ക് പോകുന്ന അവിടെയുള്ളൊരു കെട്ടിടമാണ്. അവിടെ ഇതുപോലെ ഒരു ഫോട്ടോ സ്പോട്ടുണ്ട് ബട്ടർഫ്ലൈൻ്റെ. ഇത് ഡാമിൻ്റെ ബാക്ക് വശമാണ്, അതായത് ഡാമിൻ്റെ അടിവാരം. അവിടെയുള്ളവർ പറയുന്നത് അടിവാരം. ഡാം കഴിഞ്ഞ് നമ്മൾ മുകളിലോട്ട് ഇങ്ങനെ വരുമ്പോൾ കാണുന്ന വ്യൂ ആണിത്. നല്ല ഭംഗിയാണ് ഇവിടുന്ന് കാണാൻ വേണ്ടിയിട്ട്. ഇവിടുന്ന് ആൾത്താമസമൊന്നുമില്ല. ഓപ്പോസിറ്റ് സൈഡ് വലിയ മലയാണ്. ഇങ്ങനെ പോയി കുറേ ദൂരം പോകുമ്പോൾ നമുക്ക് കുറച്ച് കടകൾ കാണാം. അല്ലാതെ വീടോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെ ഒരു കടയിൽ നിന്ന് കിട്ടിയതാണ് ചോറും മീനും. പിന്നെ നമ്മൾ പോയതാണ് കൽപ്പാത്തി. ഇതാണ് ഓൾഡ് കൽപ്പാത്തി. അഗ്രഹാരങ്ങളാണ് ഇവിടെ മൊത്തം കാണാൻ പറ്റുന്നത്. ഇത് ഇവിടുത്തെ ഒരു പോസ്റ്റ് ഓഫീസാണ്. എല്ലാ വീടിനും ഇതുപോലെ പുറത്തിങ്ങനെ സിറ്റിംഗ് ഉണ്ട്. ഇതാണ് ന്യൂ കൽപ്പാത്തി. ന്യൂ കൽപ്പാത്തിയിലെ അമ്പലമാണിത്. അവിടെ അമ്പലത്തിനുള്ളിൽ കയറാൻ പറ്റില്ല, അവിടെ എന്തോ മെയിൻ്റനൻസ് ആണ്. പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് രഥം, കൽപ്പാത്തി രഥോത്സവത്തിൻ്റെ രഥം, 3 രഥം ഇതിനുള്ളിൽ അവർ സേഫായി അടച്ചു വെച്ചിട്ടുണ്ട്. തുറന്നൊന്നും കാണിക്കില്ല, ആർക്ക് വേണമെങ്കിലും വന്ന് കാണാം. ഇതാണ് അഗ്രഹാരങ്ങൾ. 1-2 വീടുകളിൽ മാത്രമേ ഞാൻ കോലം വരച്ചിട്ട് കണ്ടിട്ടുള്ളൂ. സിനിമയിലൊക്കെ നമ്മൾ എല്ലാ വീട്ടിലും ഇങ്ങനെ കോലം വരച്ച് അഗ്രഹാരങ്ങൾ കാണുമ്പോൾ ഭയങ്കര രസമായിരുന്നല്ലോ. പക്ഷേ ഞങ്ങൾ പോയപ്പോൾ കുറച്ച് വീടുകളിൽ മാത്രം പഴയ അഗ്രഹാരങ്ങളൊക്കെ മാറ്റി ചില വീടുകളൊക്കെ പുതിയ മോഡേൺ ആക്കിയിട്ടുണ്ട്. അവിടെ കുറേ അമ്പലങ്ങളുണ്ട്. ഇതാണ് ഓൾഡ് കൽപ്പാത്തി. ഓൾഡ് കൽപ്പാത്തിയിലൊക്കെ പഴയ അഗ്രഹാരങ്ങളാണ്. സിനിമയിൽ കാണുന്നത് പോലെയൊന്നുമല്ല, പക്ഷേ എന്നാലും നല്ല ഭംഗിയാണ് കാണാൻ. നമ്മൾ കാണാത്ത കാഴ്ചകളായതുകൊണ്ട്, അഗ്രഹാരങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടില്ലല്ലോ, സിനിമയിലല്ലേ. അപ്പോൾ നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. ഇതാണ് ഓൾഡ് കൽപ്പാത്തിയിലെ അമ്പലം. പിന്നെ നമ്മൾ പോയതാണ് ചിങ്ങഞ്ചിറ കറുപ്പുസ്വാമി പ്രകൃതി ക്ഷേത്രം. ഇവിടുത്തെ ഭംഗി എന്ന് വെച്ചാൽ ഈ ആൽമരമാണ്. മുഴുവനായും പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഈ ആൽമരം. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്വന്തം ഭക്ഷണം ഇവിടെ നിന്ന് ഉണ്ടാക്കി നിവേദിക്കലാണ് ഇവിടുത്തെ ആചാരം. ചിക്കനും മട്ടനും ഒക്കെ അവിടെ നിന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് നിവേദിക്കലാണ് ഇവിടെ ചെയ്യുന്നത്. ഞങ്ങളങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, ഞങ്ങൾ കാണാൻ വേണ്ടി പോയതാണ്. അതിനടുത്തായിട്ട് ഒരു പുഴ ഒഴുകുന്നുണ്ട്. കളിയാട്ടും ഒടിയനെല്ലാം ഇവിടുന്ന് ഷൂട്ട് ചെയ്ത സിനിമയാണ്. പിന്നെ ഞങ്ങൾ പോയതാണ് ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കട. നമ്മുടെ നാട്ടിലൊന്നും കാണാൻ കഴിയാത്ത പഴയ ഒരു ചായക്കട. ഈ സ്ഥലവും ഈ ചായക്കടയൊക്കെ കാണുമ്പോൾ ഭയങ്കര നൊസ്റ്റാൾജിയാണ്. ഇതാണ് ചെല്ലഞ്ചേട്ടൻ.
പിന്നെ നമ്മൾ പോയതാണ് കൊല്ലങ്കോട്. ഇന്ത്യയിലെ തന്നെ ബ്യൂട്ടിഫുൾ പ്ലേസസിൽ ഒരു സ്ഥലമാണ് പാലക്കാട് കൊല്ലങ്കോട്. നല്ല പച്ചപ്പ് കരുതിയാണ് നമ്മൾ പോയത്, പക്ഷേ നമുക്ക് കിട്ടിയത് ഉണങ്ങിയ വയലുകളാണ്. ഇതാണ് കൊല്ലങ്കോട്ടെ താമരപ്പാടം. ഉണങ്ങിയ വയലാണെങ്കിലും കാണാൻ നല്ല ഭംഗിയുണ്ട്. നല്ല കാറ്റും ഒക്കെ ഉണ്ട്. ഒരു ആനേൻ്റെ സ്റ്റാച്യു ഉണ്ട് അവിടെ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവരവിടെ സ്പ്രേ പൈപ്പ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ഇതുപോലെ ഒരു ഏറുമാടം, 2-3 ഏറുമാടമുണ്ട് അവിടെ. ആ ഏറുമാടത്തിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണിത്. നല്ല ഭംഗിയില്ലേ കാണാൻ. അസ്തമയ സൂര്യനൊക്കെ നമുക്ക് നന്നായി കാണാൻ പറ്റും. നല്ല മനോഹരമായ സ്ഥലമാണ് കൊല്ലങ്കോട്. മഴ സമയത്ത് പോയാൽ നല്ല വൈബായിരിക്കും. പിന്നെ നമ്മൾ പോയതാണ് വാമല മുരുക ടെമ്പിൾ. മലയുടെ മുകളിലുള്ള വാമല മുരുക ടെമ്പിൾ. ഒരു വൈകുന്നേര സന്ധ്യ സമയത്താണ് നമ്മൾ പോയത്. ആ മലയുടെ മുകളിലുള്ള കാറ്റും അമ്പലത്തിനുള്ളിലുള്ള സമാധാനപരമായ അന്തരീക്ഷവും. നമുക്ക് അമ്പലത്തിൽ നിന്നൊരു പ്രസാദം തന്നു, പായസം. സന്ധ്യാസമയത്തൊക്കെ നല്ല രസമാണ് അവിടെ പോയിരിക്കാൻ. പാലക്കാട് എന്ന് പറയുന്നത് അതിമനോഹരമായ ഒരു ഗ്രാമമാണ്. കേരളത്തിൻ്റെ പച്ചപ്പ് മനോഹാരിതയും കാണണമെങ്കിൽ പാലക്കാട് പോകണം. പാലക്കാട് പോകുന്നവർ മറക്കാതെ ഈ 5 സ്ഥലങ്ങളും കാണണേ. നല്ല ഭംഗിയാണ്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.